ഹലോ ഗൈസ്, വാട്ട്സ്ആപ്പ്, വെൽക്കം ടു അനദർ വീഡിയോ ബൈ ബൈസി. സോ ഇന്നത്തെ വീഡിയോ എന്തുകൊണ്ട് ഇങ്ങനെ പുറത്തായെന്ന് വെച്ചാൽ നമുക്ക് ഇന്ന് ഓഫ് ഡേ ആയിരുന്നു, രണ്ടാൾക്കും ഓഫ് ഡേ ആയിരുന്നു. സോ നമ്മൾ വിചാരിച്ചു, ആദ്യം നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് ഈ ഓഫിന് നമുക്ക് പുഷ്പ കാണാൻ പോകാനായിരുന്നു. ബട്ട് പുഷ്പ നമ്മളെ മൂഞ്ചിച്ചു ഗൈസ്. പുഷ്പനായിരുന്നു ഫസ്റ്റ് ഹാഫ് ചന്ദന കടത്തും, സെക്കൻഡ് ഹാഫ് ചന്ദനമയാണെന്നൊക്കെ പല ട്രോളും കാര്യങ്ങളൊക്കെ അപ്പൊ അത് ചടച്ചു. അണ്ണാറക്കണ്ണനും തന്നാലായത് വീണ്ടും ഇവനായി ഇവൾ. തൻ്റെ ആണൊരുത്തന് മൃതസഞ്ജീവനിയാകുന്നു. ഈ പൂച്ചയ്ക്കാകും പൊന്നൊരുക്കുന്നിടത്ത് ചിലതൊക്കെ ചെയ്യാൻ. സോ നമ്മുടെ രണ്ടാമത്തെ ഓപ്ഷൻ ആയിട്ട് എഴുതുന്നത്, എന്തായാലും പുഷ്പൻ കണ്ടാലും ഇത് കാണണം എന്ന് ഞാൻ വിചാരിച്ചിരുന്നത് എന്താ വെച്ചാൽ സോളോ ലെവലിങ്ങിന്റെ മൂവി ഇറങ്ങുന്നുണ്ട്. സോ ലൈക്ക് മൂവിന്ന് ഫുൾ മൂവി എന്ന് പറയാൻ പറ്റൂല, ഇറ്റ്സ് റീ അവൈക്കണിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർട്ട്. അതിൽ ബേസിക്കലി വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് സീസണിൻ്റെ റീക്യാപ്പ്, അതുപോലെ തന്നെ വരാൻ പോണ സീസണിൻ്റെ 2 എപ്പിസോഡ്സ്. ഈ ഫസ്റ്റ് സീസൺ കണ്ടിട്ടില്ലല്ലോ, അപ്പോൾ ഫസ്റ്റ് സീസൺ കാണാത്തവർക്ക് ഒരു റീക്യാപ്പായിട്ട് കിട്ടും ഇത്. ബട്ട് ഇഫ് യു വാണ്ട് ടു എക്സ്പീരിയൻസ് സോളോ ലെവലിംഗ്, ഫസ്റ്റ് സീസൺ കണ്ടിട്ട് ഇത് കാണുക. ഇത് വേറെ ഉള്ളിടത്ത് ഇറങ്ങുന്നുണ്ടോ അറിയില്ല. ഇന്നലെ ഇത് റിലീസായതാണ്. മെയിനായിട്ട് കണ്ടവരൊക്കെ ചിലപ്പോൾ ഇന്നലെ തന്നെ കണ്ടുപോയിട്ടുണ്ടാവും. അനിമേ അത്രക്ക് ഭ്രാന്തുള്ളവരൊക്കെ മിക്കവാറും തിയേറ്ററിൽ ഞങ്ങൾ തന്നെ ഉണ്ടാവാൻ മാത്രമേ ചാൻസ് ഉള്ളൂ. ഇന്നലെ ബുക്ക് ചെയ്യാം, പക്ഷെ ഇന്നലെ ഇവിടുത്തെ ഷോ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ വീടിന്റെ അടുത്ത് ഈ മോളായിരുന്നുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഷോ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇന്നെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സാധനം ബുക്ക് ചെയ്യണം, ഫുഡ് കഴിക്കണം, എന്നിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് നമുക്ക് പടം കണ്ടിട്ട് നമ്മൾ ബാക്കി അതിന്റെ റിവ്യൂ കാര്യങ്ങൾ മൊത്തം ഫുഡ് കഴിക്കാൻ പോവാണ്. ഫുഡ് കഴിക്കാൻ ഇപ്പൊ എത്തും. അപ്പോൾ മക്ഡൊണാൾഡ്സ് എടുക്കാം, അതാവും ബെറ്റർ. നമ്മളെ ഫുഡ് കോർട്ടിലേക്ക് സ്വാഗതം. ഓറഞ്ച് ജ്യൂസ്, ആപ്പിൾ ജ്യൂസാ? ഓറഞ്ച്. ടോയ് ഫോർ ഹെർ ആണോ ഹിമ്മാണോ? ഹെർ. അപ്പൊ കഴിച്ചോ? നമ്മള് കുഴപ്പമില്ല. അപ്പൊ ഗൈസ് ഞങ്ങൾ ടോയ് എടുത്തു. അതിന് ഞങ്ങൾ മക്ഡൊണാൾഡ്സിന്റെ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. അപ്പൊ ഞങ്ങൾക്ക് എന്താ പണി? ടിക്കറ്റ് ബുക്ക് ചെയ്തോണ്ടിരിക്കാം. 2:30. ഇപ്പൊ സമയത്തായി, ഇപ്പൊ 1:56. പിന്നെ അപ്പുറത്ത് മാജിക് പ്ലാനറ്റ് ഉണ്ട്, അവിടെ നമ്മളെ പൈസ ഫുഡായിട്ട് വരുന്നുണ്ട് ഗൈസ്. ലെറ്റ്സ് ഗോ. അവിടെ സ്ഥലം ഉണ്ടോ? അവിടെ ഇരിക്കാം. ചിക്കൻ ഗൈസിന്റെ ടോയ് കിട്ടി. ചിക്കൻ ബർഗർ ഉണ്ട്, ഓറഞ്ച് ജ്യൂസ് ഉണ്ട്, സ്പ്രൈറ്റ് ഉണ്ട്, ഫ്രൈസ് ഉണ്ടൊക്കെ ഉണ്ട് അല്ലേ ഗൈസ്? എനിക്ക് മക്ഡൊണാൾഡ്സിന്റെ ഹാപ്പി മീലില് ഒരു ടോയ് കിട്ടിയിട്ടുണ്ട്. നമുക്കത് പൊട്ടിച്ചു നോക്കാം. ഇതൊരു ക്യാമറ പിടിക്കുക ഗൈസ്. ക്യാമറ പിടിക്കാൻ ആരുമില്ല. ഇപ്പോ ഗൈസ് നമ്മള് പൊട്ടിച്ചു, സ്വന്തമായിട്ട് പൊട്ടിച്ചു. ഇതെന്താ ഇതില്? എന്താ നോക്കട്ടെ. വേണ്ടോ? ഇതെന്താ സാധനം? ഗൈസ് നമുക്ക് ഒരു ടോയ് കാറിലെ ഒരു ഗേൾ കുട്ടീനാണ് കിട്ടിയിരിക്കുന്നത്. ഇത് എന്തെങ്കിലും ക്യാരക്ടർ ആണോ എനിക്കറിയില്ല, പക്ഷെ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. ഇപ്പൊ അറിയില്ല. രാജകുമാരിയാണോ? പോക്കറ്റിലിട്ടേക്കാൻ. ഇത് ഇന്റെ ഹാപ്പി മീൽ എന്നാ പറഞ്ഞത്. ഇതിലെന്താ ഉള്ളത്? ചിക്കൻ ബർഗർ. പുറത്തെന്താ ഉള്ളത്? അതും ചിക്കൻ ബർഗർ. അതും ചിക്കൻ ബർഗർ. മൊത്തത്തിലെ ചിക്കൻ ബർഗർ. ഗൈസ് ഒരു സ്റ്റിക്കർ കിട്ടിയിട്ടുണ്ട്, നമ്മളെ ക്യൂട്ടായിട്ടുള്ള ഒരു കാറും. ടിക്കറ്റ് ബുക്ക് ചെയ്തു. അപ്പോൾ 2:30 സോളോ ലെവലിംഗ് ഷോ. ഇപ്പോൾ 2:15 ആയിട്ടുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ സോളോ ലെവലിംഗ് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക ആദ്യം. ഇറ്റ്സ് ലൈക്ക് ഞാൻ വർക്കൗട്ട് തുടങ്ങാനുള്ള ഒരു കാരണം സോളോ ലെവലിംഗ് കണ്ടിട്ടാണ്. എൻ്റെ 6 പാക്കിൻ്റെ ഒക്കെ കാരണം സോളോ ലെവലിംഗ് ആണ്.
അപ്പോൾ അതാണ് സോളോ ലെവലിങ്ങിന്റെ ഒരു പ്രത്യേകത. അത് ഭയങ്കരമായിട്ട് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും. അതെ ഗൈസ്, ഞാൻ കണ്ടതാണ് വർക്കൗട്ട് ചെയ്യണം. ബോക്സ് എവിടെയെന്ന് നോക്കുകയാണ്. അപ്പൊ തിയേറ്റർ ഒന്ന് കണ്ടുപിടിക്കട്ടെ. ഇവിടുത്തെ മാളിന്റെ ഒക്കെ പ്രത്യേകത എന്താ പറയുക, എത്ര പ്രാവശ്യം നമ്മൾ വന്നാലും ഇല്ലേ, ചില മാളുകൾ നമ്മൾ നടക്കുന്നിടത്തോളം അത് നമുക്ക് കറക്റ്റായിട്ട് അത് കിട്ടൂല. അതെ, ഇവിടെ കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട് ഇവിടെ ഇരിക്കണേ. ഇത്ര കാലം ദുബായിൽ, അപ്പൊ ഈ മോൾ അറിയില്ലെന്ന്. മോള് എത്ര പ്രാവശ്യം വന്നാലും നമുക്ക് വഴി തെറ്റും ഗൈസ്. അതാണ് ഇവിടുത്തെ മോളുകളുടെ പ്രത്യേകത. ആ ഒരു പ്രത്യേകത ഒരു ടിപ്പായിട്ട് എടുത്തിട്ട് പീസ് ഞങ്ങൾ മോള് അല്ല തിയേറ്റർ കണ്ടുപിടിച്ച് വരാം. തിരിക്കലങ്ങട്ട് നല്ല അപ്പൊ അത് കണ്ടിട്ട് ഫ്ലിപ്പായി തോന്നും. ഐഫ്ലൈന്റെ അടുത്തു കൂടെയാണ് നമ്മുടെ ഇതുള്ളത്. ജഗ്വാർ ലോഗോ മാറ്റിയതിന് ശേഷം എനിക്ക് ടെസ്ലനോട് റെസ്പെക്ട് ആണ് ഗൈസ്. മൈ റെസ്പെക്ട് ഗോസ് ഫോർ ടെസ്ല. ഗൈസ്, ഇതാണ് ബ്രാൻഡ് ന്യൂ ടെസ്ല. ടെസ്ലന്റെ ലോഗോ കറക്റ്റ് മറ്റേ പൂച്ചളം മൂക്കുമൊക്കെ നോക്കിയാണ്. മോഡൽ 3 ആൻഡ് മോഡൽ Y. എന്റെ ഏതാ ഇഷ്ടം? അങ്ങനെയൊന്നുമില്ല, ടെസ്ല വെറുതെ കിട്ടാണെങ്കിൽ കിട്ടും. മോഡൽ ഏതായാലും അങ്ങനൊന്നുമില്ല. സംഭവം പാളിയും ചെയ്ത് ഇപ്പൊ ഒന്നും ചെയ്യാനും പറ്റൂല. ഇനിയിപ്പോ മാസത്തിലാണല്ലോ പറ്റുള്ളൂ. ഒരു കാർ എന്നൊക്കെ പറയുമ്പോ അങ്ങനത്തെ ഒരു ലോഗോ വേണ്ടേ. ഇലക്ട്രിക് കാർസ് ഫോക്കസ് ചെയ്യാൻ പോവാണ് ജാഗ്വർ. പക്ഷെ ഹോം അപ്ലയൻസസ് അല്ലല്ലോ, ആ ഒരു വ്യത്യാസം വേണോ? ഒരുമാതിരി LGന്റെ ആ ലോഗോ LG കല്ല രസം കിട്ടാം മറച്ചിട്ടാല്. ജാഗ്വറിന്റെ JG എന്നല്ലേ അത് ആ ലോഗോ വരുന്നത്. അത് LGക്ക് ആ ലോഗോ വരികയാണെന്നുണ്ടെങ്കിൽ LG ഈ സമയത്ത് ആരും ഇങ്ങനെ വരുന്നുണ്ടാവില്ലല്ലോ. മിസ്റ്റർ ബീസ്റ്റിനെ കണ്ടു ഓനെ വല്ലാണ്ട് നമ്മളെ വീഡിയോയിൽ വെച്ചാല് നമുക്ക് റീച്ച് കൂടും. നമുക്ക് അതിന് നിക്കണ്ട. വെറുതെ നമ്മളെ വീഡിയോ കൊടുക്കുന്ന ഓരോരുത്തരെ ഫ്രീ ആയിട്ട് റീച്ച് കൊടുപ്പിക്കുന്നത്. പ്രത്യേകിച്ച് മിസ്റ്റർ ബീസ്റ്റ് ഓനാണെങ്കിൽ ഒരാള് ഇപ്പൊ മറ്റേ ക്രിസ്ത്യാനോന്റെ വീഡിയോ ഇങ്ങനെ ബാക്കിയുള്ള വീഡിയോയിലൊക്കെ ഇങ്ങനെ വന്നോണ്ടിരിക്കാണ്. അല്ലെങ്കിൽ നമ്മളെ വീഡിയോകൾക്കൊക്കെ ഭയങ്കര റീച്ചാണ്. കൂടി വയ്യ ഇന്നത്തെ ഗെയിം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ്. എന്താ സംഭവം എന്നുള്ളത് നമുക്ക് കയറി നോക്കണം. ആക്ടിവേറ്റിൽ ക്യാമറ ഓക്കെ അല്ലേ? ക്യാമറ പൊടി പിടിച്ചിക്കണോ? മിസ്റ്റർ ബീസ് ഒക്കെ വന്നതാട്ടോ, ക്യാമറ ഒക്കെ സെറ്റ് ആവുന്നേ. നമ്മളെന്തായാലും ഇവിടെ എത്തി. ഇവിടെ സിമ്പുണ്ട്. നമുക്ക് ലോർഡ് ഓഫ് ദ അല്ല എന്താ ഗ്ലാഡിയേറ്ററിന്റെ കവാടത്തിലൂടെ നടക്കണ്ടേ? ഗ്ലാഡിയേറ്ററിന്റെ കവാടം നടന്നോ? ഗ്ലാഡിയേറ്ററിന്റെ കവാടത്തിലൂടെ നടക്കാം. അപ്പൊ നമ്മള് പടം കണ്ടിട്ട് ബാക്കി പറഞ്ഞുതരാം. ഓക്കെ, പീസ്. സംഭവം ഭയങ്കര ചെറിയ തിയേറ്ററാണ് ഗൈസ്. എന്താന്ന് വെച്ചാല് കുറച്ച് ആളുകളെ അത് കാണാറുള്ളൂ. നമ്മളിവിടെ ഐമാക്സിൽ എത്തി ഗൈസ്. ഐമാക്സിൽ സോളോ ലെവലിംഗ്. ഐമാക്സിലല്ലോ ഇവിടെ നല്ല രസമുണ്ട് കേട്ടോ. അത് ഇവിടെ നടന്നോടെ കാണാന് ഗൈസ്. തിയേറ്ററിൽ ഷൂട്ടിങ് പറ്റൂല. സോ നമ്മൾക്ക് ഉള്ളിക്ക് കേറിയിട്ട് എന്താ അവസ്ഥ നോക്കാം. ഇതാണ് നമ്മള് ഇത് സോളോ ലെവലിംഗ്. ഹലോ ഗൈസ്, നമ്മൾ പടം കണ്ട് ഇറങ്ങിയിരിക്കുന്നു. ലൈക്ക് ഞാൻ ആദ്യം തന്നെ പറഞ്ഞ പോലെ റീക്യാപ്പ് ആയിരുന്നു. പക്ഷെ ഇത്ര വലിച്ചു നീട്ടി റീക്യാപ്പ് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. നല്ലൊരു ഞാൻ നേരത്തെ പറഞ്ഞൊക്കെ തിരിച്ചെടുത്തു. സോളോ ലെവലിംഗ് കാണാത്തവരാണെന്നുണ്ടെങ്കിലും നേരിട്ട് പോയിട്ട് പടം കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശമുള്ള കാര്യങ്ങൾ കിട്ടും. കുറച്ചുകൂടെ ഒരു ഇമ്പാക്ട് വരണമെങ്കിൽ അനിമ കണ്ടാൽ മതി. അത്ര അനിമ കാണാത്ത ഞാൻ കണ്ണു തുറന്നിരിക്കുക. അതാണ് അനിമ. സോളോ ലെവലിംഗ് നമ്മൾ കണ്ടിട്ടുണ്ട്.
പക്ഷെ ഇത് റീക്യാപ്പ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു ഏറിപ്പോലെ ഒരു 15-20 മിനിറ്റിൽ റീക്യാപ്പ് തീരുമെന്ന് വിചാരിച്ചു. ബട്ട് അറൗണ്ട് 1 hour അല്ലേ, 1 hour റീക്യാപ്പും പിന്നെ ഉള്ളത് ബാക്കിയുള്ളത് ഒരു 2 എപ്പിസോഡാണ്. 2 എപ്പിസോഡ് എന്ന് പറയുന്നത് എനിക്ക് ഒരു എപ്പിസോഡ് പോലെ തോന്നിയത്. അങ്ങനെ കണ്ടിരിക്കുക, നൈസാണ്. അങ്ങനെ മെനക്കെട്ട് പോകേണ്ട ആവശ്യമൊന്നും കേട്ടാ. ഞങ്ങള് ഫസ്റ്റ് കേറിയപ്പോ ഏതോ ഫിലിപ്പിനി മൂവിയില് കേറി അത് ഞങ്ങൾ മാറിക്കേറി. ഒരു മൂവി ഉണ്ടായിരുന്നേ, ഞങ്ങൾക്ക് ചെറുതായിട്ട് സ്ക്രീൻ മാറിപ്പോയി. ഈസ് നൈസ് ഇട്ടാ. അതിൻ്റെ ഒരു മൂഡുണ്ടല്ലോ, അതിൻ്റെ ആ ഒരു ലെവലിംഗ് അപ്പ്. അതേപോലെ തന്നെ സംജിങ്കു ഒന്നാമത്തെ കണ്ട സംജിങ്കു അല്ല, ഈസ് വേറെ ലെവൽ, ലൈക്ക് എ ഗോഡ് കൈൻഡ് ഓഫ് പവേഴ്സ് ആണ്. സംജിങ്കു വേറെ മൂഡായിക്കണ്. എന്തായാലും വേറെന്തോ ഞാൻ വേറെന്തോ വായിച്ചത്. എന്താ വായിച്ചത്? അപ്പൊ ഇതാണ് അവസ്ഥ സോളോ ലെവലിംഗിന്റെ. കൊറേ അറബ്സ് ഒക്കെ ഉണ്ട്, ഇവിടെ കണ്ടപ്പോഴാണ് സമാധാനമായത്. പിന്നെ 2 എപ്പിസോഡ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് മറ്റേ ക്രെഡിറ്റ്സ് റോള് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ഇരുന്നു കുറച്ചേരം, അടുത്ത എപ്പിസോഡ് ഇടുമെന്ന് വിചാരിച്ചിട്ട്. എന്തായാലും പടം മാറിക്കാറല്ലോ, എല്ലാം കൂടെ ആയിട്ട് നല്ലൊരു സോളോ ലെവലിംഗ് ഇല്ലേ. സാറല്ല, ഒരു കാര്യം പറയും, സോളോ ലെവലിംഗ് ഇല്ലേ നല്ല ബേസുള്ള സ്റ്റോറി കേട്ടോ പോകുന്നത് സാധനം. അത് ഐ എം അഷ്യൂറിങ് യു ഗൈസ്. ഞാൻ മാങ്ക വായിച്ചിട്ടില്ല, ഞാൻ ഈ അനിമേ കണ്ട് നല്ല ബേസുള്ള സ്റ്റോറിക്കാ പോകുന്നത്. നമ്മൾ വിചാരിക്കുന്ന മാതിരിയുള്ള വെറും അടിപ്പടല്ല. പോയിട്ട് ക്ഷീണം തീർക്കാൻ വേണ്ടിട്ട് എന്താ നമ്മള് ഒരു ജിഞ്ചർ ഷോട്ട് അടിക്കാൻ പോകും. അതെ, ജിഞ്ചർ ഷോട്ട് അടിച്ചിട്ട് നമ്മള് അടുത്ത പരിപാടി എന്താ? ജിഞ്ചർ ഷോട്ട് അടിച്ചിട്ട് നമ്മള് പെര പോയിടും. അത് പെര പോവില്ല. ചോക്ലേറ്റ് നമ്മളെ ദുബായ് ചോക്ലേറ്റ് ഇല്ലേ, അതിന്റെ ഒരു ഡ്രിങ്ക് ആണ്, സ്പെഷ്യൽ ഡ്രിങ്ക്. നല്ല ഞാൻ കുടിച്ചോ? പൊട്ടിച്ചേക്കും. ഗൈസ്, ഇത് നമ്മളെ ഫിക്സ് ദുബായ് ചോക്ലേറ്റിന്റെ ഒരു ഡ്രിങ്ക് ആണ്. സെയിം ഭയങ്കര ടേസ്റ്റാ. ഞങ്ങളെ ഗോ ടു കോഫി ഷോപ്പാണ് ഇപ്പോ. നമ്മള് ഇവിടുന്ന് ഇറങ്ങിയില്ലേ? എവിടുന്ന്? സിറ്റി സെന്ററിൽ. അതെ. എങ്ങണ്ട് പുളിയില്ലേ? ഒറിജിനൽ ദുബായ് ചോക്ലേറ്റ് നമ്മൾ കിട്ടിയത്. ഇന്നെടുക്കണ്ട കേട്ടോ, ഞാൻ കുടിക്കണ ഒരു രസമില്ല. വേസ്റ്റിന്റെ നോക്കാനാണ് നമ്മളിപ്പോ സഞ്ചരിക്കുന്നത് സുഹൃത്തുക്കളെ. മണലിലൂടെയാണ് ഇപ്പൊ കുറച്ചു നേരമായിട്ട് നമ്മൾ ഓഫ് റോഡിലാണ് പോകുന്നത്. ഇതൊരു ചെറിയ ഡെസേർട്ട് സഫാരി ആയിട്ട് നമുക്ക് കൂട്ടാൻ ഗൈസ്. ഇതുണ്ടോ ബാക്കിൽ കുറച്ച് പൂരപ്പറമ്പാണ് നിങ്ങൾ വിചാരിക്കും, പക്ഷെ അതൊരു വില്ലയാണ് ഗൈസ്. ഇനിയിപ്പോ ഇവിടെ ഒന്നും കാണിച്ചു തരാനില്ല, ഓടാ പോയി കിടന്നു തുടങ്ങാം. ഞങ്ങള് വീട്ടിലെത്താനായി, നടന്നു തുടങ്ങില്ലേ. അപ്പൊ ഞങ്ങള് ഇത്ര ഉള്ളു ഇന്നത്തെ വ്ളോഗ്. മതി.